ശുചിമുറിയിൽ ചാരായവാറ്റ്, പ്രതിയെ പൂട്ടി പോലീസ്. ശുചിമുറിയിൽ ചാരായവാറ്റ് പതിവാക്കിയ യുവാവ് പോലീസ് പിടിയിൽ. മഴുവന്നൂർ സ്വദേശി അരൂപിനെയാണ് ജില്ലാ ഡാൻസ് ഓഫ് ടീമും പെരുമ്പാവൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. പേഞ്ഞാശ്ശേരി പുളിയാമ്പള്ളി ഭാഗത്തെ പൂട്ടിക്കിടക്കുന്ന കൃഷിന്റെ ശുചിമുറിയിലാണ് ഇയാൾ ചാരായം വാറ്റിയിരുന്നത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. ചാരായം വാറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അരൂപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 2 ലിറ്റർ ചാരായം, വാഷ്, വാറ്റുപകരണങ്ങൾ, ഗ്യാസ് സിലിണ്ടർ, കുക്കർ എന്നിവ ഇവിടെ നിന്നും കണ്ടെടുത്തു. ഇവിടെ ഇടയ്ക്ക് വെളിച്ചവും പുകയും കണ്ട് നാട്ടുകാരാണ് പോലീസിന് വിവരം നൽകിയത്. മദ്യപാനത്തിനിടെ തർക്കം, 25-കാരൻ കുത്തേറ്റ് മരിച്ചു. ഇടുക്കി വണ്ടിപ്പെരിയാർ തേങ്ങാക്കല്ലിൽ 25-കാരൻ കുത്തേറ്റ് മരിച്ചു. തേങ്ങാക്കൽ സ്വദേശി അശോകനാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. സംഭവത്തിൽ അശോകന്റെ സുഹൃത്തും തേങ്ങാക്കൽ സ്വദേശിയുമായ സുബീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് നിഗമനം. റെയിൽവേ ട്രാക്കിൽ മൃതദേഹം, ട്രെയിനുകൾ വൈകി. തിരുവനന്തപുരത്ത് റെയിൽവേ ട്രാക്കിൽ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് ട്രെയിനുകൾ വൈകി. കാപ്പിലാണ് ട്രാക്കിൽ മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് എത്തി മൃതദേഹം ട്രാക്കിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളാണ് വൈകി ഓടുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് 4 വർഷമായി ലൈംഗിക അതിക്രമം, പ്രതി അറസ്റ്റിൽ. പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ 4 വർഷത്തോളം ലൈംഗികമായി പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. കുഞ്ഞോത്ത് പന്നിയോടൻ വീട്ടിൽ ഷെഫീഖിനെയാണ് തെണ്ടർനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2020 മുതൽ പലതവണകളായി ഇയാൾ കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തുന്നതായി പറയുന്നു. കൂടാതെ ഭീഷണിപ്പെടുത്തി കുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങളും പണവും കൈക്കലാക്കിയതായും ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പറയുന്നു. ഷെഫീഖ് ഇതിനു മുമ്പ് കഞ്ചാവ് കേസിലും ഉൾപ്പെട്ടിട്ടുണ്ട്. തെണ്ടർനാട് പോലീസ് ഇൻസ്പെക്ടർ SHO SS ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു. കാട്ടാക്കടയിൽ 2 DYFI പ്രവർത്തകർക്ക് കുത്തേറ്റു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 2 DYFI പ്രവർത്തകർക്ക് കുത്തേറ്റു. ഇന്നലെ രാത്രിയിലാണ് സംഭവം നടന്നത്. DYFI പ്രവർത്തകരായ സജിൻ, ശ്രീജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത്. കുടുംബ വിഷയം പരിഹരിക്കാൻ എത്തിയപ്പോഴാണ് സംഭവം. നെഞ്ചിൽ കുത്തേറ്റ ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ ചികിത്സയിലാണിവർ.